ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അങ്ങനെ നിങ്ങൾ ഒരുപാട് റെക്കമെൻഡ് ചെയ്തിട്ട് നമ്മൾ ഫൈനലി ഗൈസ് നമ്മൾ സ്റ്റീഫൻ ആൻഡ് ചാർലി എപ്പിസോഡ്സ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സ്റ്റീഫൻ ആൻഡ് ചാർലി അറ്റ് GTA 5. അപ്പോൾ ഒരുപാട് കാര്യം നമുക്കിതിൽ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ കമൻസ് ഒക്കെ ഭയങ്കര വാല്യുബിൾ ആണ്. അപ്പോൾ എന്തായാലും കമൻറ്റ്സ് ചെയ്യാൻ മറക്കരുത് എന്തൊക്കെയാണ് നമ്മളിതിൽ ചെയ്യേണ്ടതെന്ന്. അത് കൂടാണ്ട് നമ്മുടെ മെയിൻ എപ്പിസോഡ്സ് എല്ലാ ഫ്രൈഡേയും വരുന്നതായിരിക്കും. പിന്നെ അത് മാത്രമല്ല വേറെ കുറേ ഗെയിംസൊക്കെ നമ്മൾ കളിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ സ്റ്റീഫൻ ആൻഡ് ചാർലി വീക്കിലി ഒരു 2 or 3 എപ്പിസോഡ്സ് ഉണ്ടാവുള്ളൂ. ബിക്കോസ് നമുക്ക് ബാക്കി എപ്പിസോഡ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഗൈസ് ചെയ്യാൻ. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ 10K അടിച്ചു. അപ്പോൾ ഒരുപാട് നന്ദി ഗൈസ്. അപ്പോൾ ഇനി അടുത്ത നമുക്ക് 20K, അതാണ് നമ്മൾ 25K ആണ് അടുത്ത പ്ലാൻ. അപ്പോൾ നമ്മളൊരു ഗീവ് അവേയും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും പറയണേ. ഇപ്പോഴല്ല, ഞാൻ പറയുമ്പോൾ ഞാൻ എന്തായാലും പറയാം. അപ്പോൾ അത്രത്തിനുള്ളൂ ഗൈസ്. നമുക്ക് ഒട്ടും വൈകേണ്ട, നേരെ നമുക്ക് വീഡിയോയിലോട്ട് കടന്നേക്കാം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ തിരിച്ചെത്തിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളൊരു വെക്കേഷന് പോയേക്കുമായിരുന്നു. ചാർലിയും വെക്കേഷന് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തങ്കൻ സാറൊക്കെ ഇവിടെ ഉണ്ടോ ഇല്ലയെന്ന് നമുക്കറിയത്തില്ല. ബിക്കോസ് ആരുമായിട്ട് നമുക്കൊരു കോൺടാക്ട് ഉണ്ടായിരുന്നില്ല. കുറച്ച് ആൾ നമ്മളിത്തിരി പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു. അപ്പോൾ ചാർലി ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ചാർലി മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും മോളിൽ പോയി നോക്കാം. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, നമ്മളെല്ലാം സ്ക്രാച്ച് ചെയ്ത് തുടങ്ങണം. ചാർലിയും വെക്കേഷന് പോയേക്കുമായിരുന്നു, എല്ലാവരും തിരക്കിലായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഒന്നും ഇല്ലായിരുന്നത്. ഫൈനലി നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ എയർപോർട്ടിൽ നിന്നാണ് ഓടിയോടും തീരാത്ത എന്തോരുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മുകളിലോട്ട് എത്താറായിട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് മുകളിലോട്ട് എത്തിയിട്ട് കാണാം. ഇവിടെ എവിടെയോ ആണ് നമ്മുടെ നമ്മുടെ ചാർലി വന്ന് നിന്നിട്ടുണ്ടാവുക എന്ന് പറഞ്ഞു കേട്ടോ ഗൈസ്. പക്ഷെ ആരും കാണാനില്ല. ചാർലി ഇവിടെ വന്ന് നിൽക്കാന്നാണ് പറഞ്ഞത്. ഞാൻ എന്തായാലും ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവൻ എപ്പോഴെങ്കിലും വരുമായിരിക്കും. മിക്കവാറും ഫ്ലൈറ്റ് ചിലപ്പോൾ ഡിലേ ആയിരിക്കും. നീ ഞാൻ മെസ്സേജ് ഇട്ടിട്ട് നീ ആ വഴി പോയി നിർത്തി. പണ്ട് ഇങ്ങനെ ടാക്സി നോക്കി എന്നിട്ടാണ് നമ്മള് ഇല്ലാത്ത വള്ളിയൊക്കെ പിടിച്ച് നാട്ടിൽ വിടേണ്ട വന്നത്. നമുക്കില്ലേ വേണ്ട എന്തായാലും ബോബി ഇവിടെ നിൽക്കണ ഒരു ചാൻസും ഇല്ല. ബിക്കോസ് നമ്മൾ വരുന്ന പുള്ളിക്ക് അറിയാം. അതുകൊണ്ട് എന്തായാലും വരത്തില്ല ഇവിടെ. നമുക്ക് എന്തായാലും നമ്മള് ഈ സിറ്റിയിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്കെതിരെ പോലീസ് കേസ് പോലും ഇല്ല. അപ്പൊ നമുക്കൊരു വണ്ടിയൊക്കെ മോഷ്ടിക്കുക, അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. ടാക്സി വിളിച്ച് പൈസ കൊടുക്കാൻ. ഏതാ വെള്ള വണ്ടിയാ? ആമ പോലെ ഇരിക്കുന്നുണ്ട്. വാ അതെങ്കിൽ അത് ഇതല്ലടാ ഇത്. ഞാൻ ചീക്കിണ്ടിയാണ്, കണ്ടിട്ട് ഒരു രസമില്ല. ഇത് കൊള്ളാം, ഞാൻ ചോദിച്ചു. വാ കേറി. എടാ അലാം അടിക്കണല്ലോ. ബാ നമുക്ക് മാറിക്ക. അലാം മാറട്ടെ. ഉറപ്പാണ് പോലീസ് വരും. അതിന്റെ മുമ്പിലാ ഒളിച്ചല്ല, അതിന്റെ മുമ്പിൽ നിൽക്കുകയാണല്ലോ. നീ പോലീസ് വന്നാ പിടിച്ചോണ്ട് പോകണ്ട. എടാ എന്താ തീരാത്ത? ഓക്കെ പെട്ടെന്ന് കയറിക്കും. ഇവിടെ പെട്ടെന്ന് വിടാം. ഇനിയിപ്പോ ഇത് തപ്പി ആൾക്കാർ വന്നതിന് മുമ്പേ നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോവാം. എടാ നമുക്ക് എന്തൊരു സ്റ്റാർട്ട് ചെയ്തിട്ടാ. എടാ നമുക്കില്ലേ തങ്കൻ സാറിനെ കൂടെ പോവാം. വേറെ നമ്മുടെ വീടൊക്കെ നമ്മള് വള്ളിയൊക്കെ ആയിട്ട് പോയതാണ്. ആ വീടൊക്കെ നമ്മുടെ തന്നെയാണ് ഇപ്പോഴും. ആ വെള്ള വീടല്ലേ? എനിക്ക് തോന്നുന്നുണ്ടാ നമ്മുടെ വീടാണെന്ന്. ബോബി വരാത്ത സ്ഥിതിക്ക് ചിലപ്പോ ഇനി തങ്കനും ബോബി എങ്ങനെയാലും പുറത്തു പോയാന ചാൻസ് അറിയില്ല. അല്ല തങ്കൻ അമ്മേ അയ്യോ ഒന്നും പറ്റിയില്ലെന്ന് തോന്നണല്ലേ. വണ്ടിക്കൊന്നും പറ്റിയില്ല. വണ്ടി ഫ്രഷ് ചത്തട്ടെ. അത് കുഴപ്പമില്ലടാ, അത് ആക്സിഡന്റ് അല്ലേ, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എടാ നമുക്കൊരു കാര്യം ചെയ്യാം. നേരെ തങ്കൻ സാറിന്റെ വീട്ടിലോട്ട് പോവാം. പക്ഷെ പുള്ളീനെ ഞാൻ വിളിച്ചായിരുന്നു വന്നതിന് മുമ്പ്. പുള്ളീനെ വിളിച്ചിട്ട് കിട്ടിയില്ല. ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്നാ പറഞ്ഞത് വിളിച്ചപ്പോ. ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് കയറുന്നതിന് മുമ്പ് പുള്ളി എന്തിനാ നാട് കൊണ്ടേ? പുള്ളിയുടെ സ്ഥലത്തല്ലേ. പുള്ളി നാട് വിട്ട് തിരിച്ചിങ്ങോട്ട് വന്ന് വന്നേക്കണം. ട്രെയിൻ കയറിയിട്ട് കയറ്റിയ സ്ഥലത്ത് ഇറക്കിയാൽ മതി എന്ന് പറയൂ. എടാ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. തങ്കൻ സാറിൻ്റെ അവിടെ പോയിട്ട് നോക്കാം. പുള്ളിയോടെ ഉണ്ടെങ്കിൽ സംസാരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പുള്ളിയുടെ വീടല്ലേ. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ. എടാ നമ്മള് ഇവിടെ ഈ ഏരിയ ഒക്കെ വന്നിട്ട് കുറച്ച് നാളായോണ്ടേ വഴിയൊക്കെ അങ്ങോട്ട് മറന്നുപോയി. എനിക്ക് ഓർമ്മയുണ്ടോ വീട് എവിടെയായിരുന്നു? അധികം വണ്ടികളിൽ ഹർത്താലും അല്ലാണ് ഇവിടെ. എന്തോ ഹർത്താലാണെന്ന് തോന്നുന്നു. എന്തിന്റെയൊക്കെ വില കൂട്ടിന്നൊക്കെ കേൾക്കണ്ടായിരുന്നു. ഇതന്നെയല്ലേ ഇതായിരുന്നില്ല നമ്മുടെ വീട്. ബോബി സാർ ചിലപ്പോൾ ഉണ്ടാവൂലേ? കൊറേ നാളായി കണ്ടിട്ട്. ഇവിടെ വല്ല ബോബി സാറിനെ നിർത്തി പാട്ട് പഠിപ്പിക്കണ്ടാവും. പുള്ളി വെറുതെ കിടക്കില്ല, എന്തെങ്കിലും പണി കിട്ടേന്ന് വിചാരിച്ചിട്ടുണ്ടാവും. തങ്കൻ സാറാണോ? തങ്കൻ സാർ ഗിറ്റാർ വായന തുടങ്ങിയ. എടാ നീ പോയി ചോദിച്ചേടാ. ഞാൻ ചോദിച്ചാൽ ശരിയാവൂല. ആരാടാ നീ? എടാ എന്താ വിഷയം?
എന്ത് ചെയ്യുന്ന പള്ളി പിടിച്ച് ആരാടാ എന്റെ വീട്ടിൽ കയറണ? ഇത് ഞങ്ങളുടെ വീടാണ്. എടാ ഇത് ഇവരുടെ വീടാന്നൊക്കെ ഇവര് എന്ത് പിടിച്ചിരിക്കണേ? ഇത് ഞങ്ങളുടെ വീടാണെന്ന്. എടാ ഇത് ഇവന്മാരുടെ വീടാണ് ഇനി ശരിക്കും ഇത്. എനിക്ക് പറഞ്ഞു എടാ എടാ വണ്ടി കയറിക്ക പോലീസ് വരും നമ്മള് അവരൊന്നിന് ഓൾറെഡി നമ്മള് പോലീസിന്റെ ശബ്ദം കേൾക്കണ്ട കേട്ടോ. നമ്മുടെ വണ്ടികളെന്ത്? വണ്ടികളൊന്നും ഇല്ല. ക്രൂസറൊന്നും കാണാനില്ല ഇവിടെ. ലാൻഡ് ക്രൂസറൊക്കെ ആക്രി വിലക്ക് എടുത്ത് വിറ്റുണ്ടാവും മിക്കവാറും. വന്നിങ്ങോട് ഒരു മിനിറ്റ്, തങ്ങൻ സാറിന്റെ വീടിന്റെ അപ്പുറത്തല്ല അങ്ങോട്ടേക്ക് വിട്ട നീ? അങ്ങോട്ട് തന്നെ പോവാ. അപ്പോൾ ഇതെന്താ എനിക്ക് മനസ്സിലാവണല്ലോ. എന്തായാലും അവിടെ നിൽക്കായിരുന്നു. അവനെ കൊല്ലായിരുന്നു. നന്നായി. ചാവണമില്ല വീഡിയോ ഉണ്ടിട്ട് നമ്മൾ നിർത്താനേ കുറച്ച് വീഡിയോ ഉണ്ട്. അവൻ എന്നെ ഭീഷണി പെടുത്തി, അതുകൊണ്ട് ഒരു ഇട്ടിയാൻ കൊടുത്തു ഞാൻ. നന്നായടാ. അല്ല അവന്മാരുടെ സ്ഥലത്തല്ലേ ഇവിടെ കിടക്കട്ടെ. അവന്മാരുടെ വീട്ടിൽ കയറിയിട്ട് അവന്മാര് ചെന്നിടിച്ചത്. ബാ നമുക്ക് എടാ വീട്ടിൽ നിന്ന് നീ ഞാൻ മോള് നോക്കാം. ഇത് നോക്ക്. എടാ ഇവന്മാരൊക്കെ ഇവിടെ പോയി നിർത്തിപ്പോയാ എല്ലാരും. എടാ ഇവിടെ എല്ലാം തുറന്നു കിടക്കണ്ട്. പക്ഷെ ആരും കാണാനില്ല കേട്ടോ. എന്ത് പറ്റിയോ? ഭയങ്കര വെട്ട. അതേ നീ വീണ്ടും എടാ എനിക്ക് തോന്നണേ അമ്മാരോട് ഇല്ല. എടല്ലേ നമുക്ക് എന്തായാലും ഇവിടെ നിക്കണ്ട. ഇവിടെ ആരും എന്താ എവിടെ നീ ബാക്കിലെ ഫ്രണ്ടിലാ? ഞാൻ ഇവിടെ നമ്മുടെ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്ത്. എടാ എന്താ വിഷയമാണല്ലോ. അവനവന്റെ എന്റെ പൊന്നു, ഞാനാണെങ്കിൽ ഇതിന്റെ അകത്ത് പെട്ടും പോയി. ഇതിന്റെ അകത്ത് എങ്ങനെ ഇറങ്ങണേ? ഓക്കെ പുറത്തേക്ക് വന്നേ. യവനെന്താ ഇവന്മാർക്ക് ഭ്രാന്താണ്ടാ. എടാ നീ എവിടെ? ഞാൻ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത്. ഇവൻ ഇരട്ട പെറ്റ. ഇവൻ വേറെ ആയിരുന്നല്ലോ അവിടെ വെച്ച്. ഇവനവന്റെ അല്ലേ ഇവന് ഇരട്ട പെറ്റവനെയും കൂടി വിളിച്ച്. എടാ ഇവനെന്താണ് വെറുതെ നമ്മളിടിക്കണേ? തീർത്തേക്ക് തങ്കൻ സാറിന്റെ പ്രോപ്പർട്ടി. ഇതിപ്പോ ഇവന്മാർ ഇവിടെ വന്ന് അടി മേടിക്കാം. നീ ഇപ്പൊ നമുക്ക് തിരിച്ചിടിക്കാടാ. കൊന്നോ ഇവന് ഫൈറ്റ് മറ്റവനും വന്നടാ അവന്റെ കൂട്ടുകാരൻ. എടാ അപ്പൊ ഇവന് എന്റെ വീടിന്റെ അകത്തുണ്ടായിരുന്നത് അവന്മാരുടെ വീട് തന്നെ. ഇവന്മാര് ചാവൂലേ? എന്താണ് ഇങ്ങനെ ചാവണില്ല? നമുക്കൊരു ഇടിയും കൂടെ ഉണ്ട്. നമ്മളെ ബൂസ്റ്റ് അല്ലാട്ടോ ഓടിക്കണേ. ആ ചത്ത്. അയ്യോ സോറിടാ. ഇത് കുഴപ്പമില്ല. തങ്കൻ സാർ നോക്കിക്കോളും. സീനൊന്നുമില്ല. എടാ നമുക്കില്ല ഗറാജിൽ വല്ല വണ്ടി ഉണ്ടോ നോക്കാം. അപ്പൊ തങ്കൻ സാർ തന്നെ. തങ്കൻ സാർ ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടല്ലോടാ. ഒരു വണ്ടി തന്നെ പല കളറിൽ മേടിച്ചിരുന്ന സ്വഭാവം. ഡിഫൻഡറിന് എത്ര ഉണ്ടായിരുന്നു? അപ്പൊ ചിലപ്പോ അധികം വരുമാനമൊന്നും ഇല്ലെന്നാ കേട്ടെ ബിസിനസ്. അതുകൊണ്ട് ഡിഫൻഡർ മാറ്റി എൻഡേവർ ആക്കി. എടാ നമുക്ക് നമ്മളെന്ത് വണ്ടി കൂടെ എടുത്തോണ്ടേ? വെറുതെ വണ്ടി കണ്ടപ്പോ എടുത്താ നോക്കണ. എടാ എന്നാ പിന്നെ നമ്മൾ കുറച്ചാണ് ആയില്ലേ സിറ്റിയിലൊക്കെ വന്നിട്ട്. നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോയാലോ എൻഡേവർ ആയിട്ട്? ഇല്ല ഇറങ്ങിക്കോ ബാബാ. എൻഡേവറിന്റെ പരസ്യം തന്നെ. എവിടെ നോക്കട്ടെ. ഞാനിവിടെ കേട്ടാ നോക്കട്ടെ. അതാണ് കിടല സാധനം. ഓ സെറ്റ് ശരിയാണ്. എൻഡേവറിന്റെ പണ്ടത്തെ പരസ്യം പോലെ ഉണ്ട്. വേർക്കിക്കോ. പരസ്യം കാണിച്ച് വണ്ടി ഇപ്പൊ രാജ്യം വിട്ടു. പോവാം. സത്യം. ഈ നല്ല വണ്ടികളൊന്നും ഇവിടെ തങ്ങല്ലോ. എങ്ങോട്ട് പോകാനാ പ്ലാൻ? എടാ നമ്മളിവിടെ വന്നപ്പോ എനിക്കൊരു മൗണ്ടന്റെ അവിടെ പോണമെന്നുണ്ടായിരുന്നടാ. പക്ഷെ നമുക്കന്ന് സ്വന്തമായിട്ട് ഇങ്ങനെ വണ്ടിയൊന്നും ഇല്ലാത്ത. ഇപ്പോഴും സ്വന്തമായിട്ടില്ല. എന്നാലും ഇപ്പോഴും ആഗ്രഹം ഈ വണ്ടിയും കൊണ്ട് പോയാലോ എന്നുള്ളത്. ഇപ്പൊ രണ്ടും സെയിം വണ്ടി. എന്റെ അമ്മേ പറ്റിയില്ല. സെയിം വണ്ടി വെച്ചിട്ട് കൊറേ. അപ്പൊ നമുക്ക് ഇതും കൊണ്ടൊന്ന് പോയി നോക്കിയാലോ? ചെറിയ ട്രിപ്പ് ആവും. പിന്നെന്താ? അപ്പൊ നീ അത് ഫോളോ ചെയ്തോ. നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ. എടാ ലെഫ്റ്റിലോട്ട് നോക്കി. അതല്ലേ മൗണ്ട് ചില്ലിയാട്? മൗണ്ട് ചില്ലിയാടാണ് നീ കേറാണെന്ന് പറഞ്ഞേ. അതെ. എടാ പിന്നില്ലേ കുറച്ചാൾ കഴിയുമ്പോ ഒരു പുതിയ സിറ്റി നമുക്ക് പോവാൻ പറ്റുന്നൊക്കെയാണ് പറയണത്. വൈ സിറ്റി എന്ന് പറഞ്ഞ സിറ്റി കേട്ടോ നീ? വൈ സിറ്റി അല്ല എന്റെ വീട്. എടാ എന്തിനാണ് എന്നെ ഇടിച്ചു കളഞ്ഞത്? അതുകൊണ്ട് സോറി, അറിയാണ്ട് ഒരു കയ്യബദ്ധം. റെഡ് കൊള്ളാം. എന്തായാലും ഇടിച്ചതല്ലേ. ഒരു കയ്യബദ്ധം അല്ല, മനഃപൂർവ്വം. വാ അല്ലെങ്കിൽ എനിക്കറിയാം നീ ഒരു നല്ലവനല്ലെന്ന്. എടാ എവിടാ മല? മൗണ്ട് ചില്ലയുടെ കഴിഞ്ഞല്ലേ? മൗണ്ട് ചില്ലയാടല്ല. മൗണ്ട് ചില്ലയുടെ എത്ര പ്രാവശ്യം പോണം. ഇത് വേറെ മലയാണ്. ഈ മല നീ കണ്ടിട്ടില്ല? ഞാൻ കാണാത്ത. നീ മൗണ്ട് ചില്ലയുടെ അവിടെ വൈ സീറ്റിൽ ടിവിയിലല്ലേ കണ്ടിട്ടുള്ളൂ, അല്ലാണ്ട് നേരിട്ടുണ്ടല്ലോ. റൈറ്റ്. ഞാൻ കാണാത്തൊരു മല ഇവിടെ പൊങ്ങില്ല. ഇതൊക്കെ പൊങ്ങിയല്ലോ. അപ്പൊ ഞാൻ കണ്ട മലയായിരിക്കും. അപ്പൊ നിനക്ക് ഓർമ്മയുണ്ടാവും. എടാ ഇവിടെ ചാടിക്കോ നൈസാ. ഓ വണ്ടി രക്ഷയില്ലട്ടാ. നീ ചാടിയില്ലെന്ന് തോന്നുന്നില്ല. ഞാൻ ചാടിയില്ല, വഴി മാറിപ്പോയി. ഞാൻ ഇവിടെ സ്റ്റോപ്പ് സൈൻ്റെ അവിടെ കൃത്യമായിട്ട് നിൽക്കണ്ട്. എനിക്ക് തോന്നി നിന്റെ പോക്ക് കണ്ടപ്പോ ചാട്ടമൊന്നും ഉണ്ടാകത്തില്ല എന്നുള്ള രീതിയിൽ.
ഞാനാ ഒരു റെയിൽവേ പാളത്തേക്കൂടെ അങ്ങ് പോയി. എടാ തിരിച്ചു പാടേ. വന്നു എവിടെ? ആ ബാബാ. എടാ താൻ ഞാനിവിടെ ഒരു ചാലഞ്ചാണ് ചെയ്യാൻ പോണത് ഇവിടെ. ഓക്കെ, എന്ത് ചാലഞ്ച്? ഞാൻ പറഞ്ഞുതരാം. ഈ മൗണ്ടൻ എന്ന് വെച്ചാൽ അത്യാവശ്യം ഡിസ്റ്റൻസ് ഉള്ളൊരു മൗണ്ടൻ ആണ്. മര്യാദയ്ക്ക് പോയില്ലെങ്കിൽ വണ്ടി തെറിച്ച് വീഴാനും മറയാനും പൊളിയാനും സാധ്യത വളരെ കൂടുതലായിട്ടുള്ളൊരു സ്ഥലമാണത്. മനസ്സിലായോ? എന്നെ പോലുള്ള ഒരു കഴിവുള്ളൊരുത്തന് ഇതൊന്നും ഒരു പുത്തരിയല്ല. അല്ല, അതുകൊണ്ട് എനിക്ക് പേടിയില്ല ഞാൻ ജയിക്കും എന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് നീ ഒരു കാര്യം ഈ മൗണ്ടൻ്റെ മുകളിലോട്ടാണ് നമുക്ക് എത്തേണ്ടത്. ഓക്കെ, ഇത് ആരും ആദ്യം എത്തണോ അവനായിരിക്കും ജയിക്കുക, അറിയാലോ. സമ്മാനമൊന്നുമില്ലേ? സമ്മാനം തരാത് കോമ്പറ്റീഷൻ, നാഷണൽ കോമ്പറ്റീഷൻ ആയിട്ടു. എൻ്റെ സമ്മാനമൊന്നുമില്ല. എത്തിക്കഴിഞ്ഞ് ഈ വണ്ടി ഒറ്റ പീസിൽ തിരിച്ചു കൊണ്ടുപോവാം. സമ്മാനം എന്തെങ്കിലും എനിക്ക് കിട്ടുമ്പോൾ ഞാൻ നിനക്ക് മേടിച്ചു തരാം. ഓക്കെ ഓക്കെ, അപ്പോൾ 3, 2, 1 ഗോ. ഓ പാടുപെടില്ല നീ എത്താൻ. നീ ആയതുകൊണ്ട് കോമ്പറ്റീഷനുള്ളതുകൊണ്ട് എനിക്ക് പേടിയില്ല. ഇനി നീ കണ്ടോ? എന്ത് കണ്ടോ? എന്നെ കയറ്റിയോടെ പിടിക്കാൻ വേണ്ടിയിടാ. എനിക്കൊരു ത്രില്ല് വേണ്ടേ? അല്ലെങ്കിൽ ഞാൻ ആദ്യം പോയി ജയിക്കില്ലടാ. ഈഗോ പ്രശ്നമുള്ളത് എനിക്കില്ല, നിനക്കുള്ളൂ. അതുകൊണ്ടാ നീ തോക്കണം. എനിക്കില്ലേ ലിബർട്ടി സിറ്റിയിൽ ഓഫ് റോഡ് ഓടിക്കലായിരുന്നു പണി. ആണോ? അവിടെ ജീപ്പ് സഫാരി ആയിരുന്നല്ലേ? അതെ അതെ. സൂപ്പർ. നിനക്ക് എന്തെങ്കിലും പറ്റിയോടാ? സോറി. ജില്ല കടത്തി വിട്ടു. ആ കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ. എൻഡവറാണ് ബ്രോ, ഒന്നും പറ്റില്ല. പാസഞ്ചേഴ്സിന് ത്രില്ല് വേണ്ടെന്ന് എഴുതിയിട്ടാ. ഈ വണ്ടി രക്ഷയില്ലട്ടാ അല്ലേ? എൻഡവർ സിമ്പിൾ ആയിട്ട് പുഷ്പം പോലെ. എടാ ട്രാക്കിൽ കൂടെ പോണം, അല്ലാണ്ട് നിനക്ക് തോന്നിയ ദിവസം കാണിച്ച് ഓടിക്കാനല്ല റേസ്. അത് ഞാൻ മനഃപൂർവ്വം അല്ല, അറിയാണ്ട. ഓക്കെ, ഇവിടെ ഞാൻ വെട്ടിച്ചോളാം. കിട്ടിയില്ല, പോയി. ഇങ്ങനത്തെ വളവിൽ വെച്ചല്ല നീ പറന്നു പോയത്. ഈ വളവിൽ പറഞ്ഞോ? നിനക്ക് അത്രല്ലേ പറ്റുള്ളൂ. ഞാൻ താഴെ എത്തി അപ്പഴാ. ഇവനുണ്ടോ? ഇവനെ കൊണ്ട് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവർ ആണെന്നൊക്കെയാണ് ഇവൻ പറയുന്നത്. അതെ, എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് വെച്ചാൽ ഇങ്ങനെയല്ല എക്സ്പീരിയൻസ്. ഇത്രയും കൂടി പാടുള്ള സ്ഥലത്താണ് ഞാൻ ഓടിച്ചിട്ടുള്ളത്. ഇത്ര എളുപ്പമുള്ള സ്ഥലത്തൊക്കെ ഓടിച്ച് എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ടാ. ഓഹോ ശരിയെന്നാ. നമുക്ക് ഇത്തിരി ടഫ് ലെസൺസ് ഉണ്ടെങ്കിലേ കയറാൻ പറ്റുള്ളൂ. എടാ മോനെ, നിനക്ക് കയറ്റി വിട്ടപ്പോ നീ ഇങ്ങോട്ട് കയറി പോവാണല്ലോ. ടൈറ്റ് അല്ല പിന്നെ എന്തേ ടൈറ്റ് എന്ന് പറഞ്ഞപ്പോഴേക്കും കയ്യിൽ നിന്ന് പോയോ? ഇത് വിഷയം. ഞാൻ തീരാറായി മോനെ, ഇനി കഷ്ടപ്പെടണമെന്നില്ല. വണ്ടി വിൽക്കാറ് തങ്കച്ചാറ് തിരിച്ചെടുക്കുന്നു. ഓക്കെ, ഇത്ര ഉള്ളൂ. നീയൊക്കെ മനസ്സിലായ? പോട്ടേടാ, വണ്ടികളല്ല കേട്ടാ. ഞാൻ അതിന്റെ അടി വേറെ കിട്ടും. കൊറേ വണ്ടി നമ്മള് കളഞ്ഞിട്ടുള്ള. ഞാൻ എൻഡവറിനെ പരസ്യം ചെയ്യണവനാ. നീ കുറച്ച് കയറ്റി ഒക്കെ ആയിരുന്നില്ലേ? എൻഡവർ കൊള്ളാല്ലേ കാണാൻ. എടാ എന്റെ പ്ലാൻ ഇതാണ്. നമ്മൾ എന്തായാലും ഈ പ്രാവശ്യം എത്തിയിട്ടില്ലേ, നമുക്കൊരു വലിയ ഇന്ത്യൻ കാർ ഷോറൂം തുടങ്ങണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. വളരെ നല്ല ആഗ്രഹം. ഈ 2 എൻഡവർ വിറ്റാൽ പോലും വേറെ ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല. അല്ല ഇതെങ്ങനെ വിൽക്കാൻ? ഇത് വല്ലവരുടെ വണ്ടിയല്ലേ? ഇത് വിൽക്കണ കാര്യമല്ല പറഞ്ഞത്. എൻ്റെ കണക്ഷൻ്റെ ലിബർട്ടി സിറ്റിയിൽ എനിക്ക് കുറച്ച് കമ്പനിക്കാരുണ്ട്. അവർ വണ്ടി തരാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് റെഡിയാക്കാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നമുക്കതൊക്കെ റെഡിയാക്കി വിൽക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. എന്തായാലും പിന്നല്ല, കൊള്ളാല്ലേ? ഇത് മെവറസ്റ്റ് എഴുതിയാണ്, ഇമ്പോർട്ടർ വണ്ടിയാണെന്നുണ്ട്. അവിടെ പുറത്തൊക്കെ ഇതൊക്കെ നമ്മുടെ നാട്ടിലട ഇങ്ങനെ. ഇതിപ്പോ വേറെ സ്ഥലമല്ലേ, വേറെ സ്ഥലത്ത്. പക്ഷെ എഞ്ചിനൊക്കെ സെയിം ആണ്. 3.2 ആണ്. 32 അല്ല 3.2. എടാ നമുക്ക് ഒരു റേസും കൂടി ചെയ്താലോ താഴോട്ട് വരെ, എന്നിട്ട് തിരിച്ചു വരാം. അതായത് നമുക്ക് താഴെ അവിടെ ഒരു വീടില്ല, അവിടെ കിടക്കാം. താഴെ റേസ് കഴിഞ്ഞിട്ട് അവിടെ കിടക്കാം. ഓക്കെ, എന്തായാലും ഇവിടെ വരെ വന്നില്ലേ? എടാ വണ്ടി ഞാൻ അതല്ല വന്നത്, വണ്ടി മാറിപ്പോയി. പക്ഷെ എനിക്ക് ഗ്രേ കളറാണ് ഇഷ്ടമായത്, അതുകൊണ്ടല്ലേ ഞാൻ അതെടുത്ത്. എനിക്ക് ഇഷ്ടമുള്ള നീ എന്തിനെടുക്കണേ? എടാ അങ്ങോട്ടല്ല, തിരിച്ച് പോയി. ബെസ്റ്റ്. അത് കുറച്ച് നേരത്തെ പറയട്ടോ. താഴത്തോട്ട് എത്താന്ന് പറയുമ്പോ നമ്മള് വന്ന സ്ഥലമല്ലേ. നീ ഇപ്പൊ എങ്ങോട്ട് പോയേ? പോയില്ലേ? മത്തായി ഇതാ വരുന്നേന്ന് പറഞ്ഞ ഇവിടെ പോകണ്ടായിരുന്നു. എടാ ഇവിടെ ചത്തോടാ. എടാ ബാക്കി ടോക്കിക്ക് അധികം ഡിസ്റ്റൻസ് കിട്ടില്ല കേട്ടാ. കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ പിന്നെ കണക്ഷൻ ഉണ്ടാവില്ല. എവിടെ എൻഡവറും കാര്യങ്ങളൊക്കെ എവിടെടാ ചത്ത നീ? എവിടെ നോച്ചയൊക്കെ ഉണ്ടല്ലോ. അതേ വരുന്നു. ഓക്കെ, സെറ്റ്. അത് പൊളിച്ചിട്ടാ, അത് പൊളിച്ചൊന്നും പറയാനില്ല. എടാ നമുക്ക് വഴി അറിയില്ല, വന്ന വഴി ചാടി കിണറ്റി പോയി കഴിഞ്ഞാൽ വണ്ടി പോവും. ഇല്ല, ഇപ്രാവശ്യം പോവില്ല.
പോയില്ലെങ്കിൽ നിനക്ക് എയർപോർട്ട് വരെയെങ്കിലും പോവാം, അല്ലെങ്കിൽ അവിടെ പോണതിന് വഴി പുള്ളി നിന്നെ പൊക്കിക്കൊണ്ടു പോകും. ഓക്കെ, ഒരുമിച്ച് നിന്നോ. ഈ പ്രശ്നം ഈ 3 2 1 പറഞ്ഞു. നീ ഫസ്റ്റ് താഴെ. എടാ നിനക്ക് വഴി എന്റെ പൊന്ന് ചാർലി, എടാ ഇവിടെ വഴി ഇവിടെ നല്ല രീതിയിലുണ്ടല്ലോ, പിന്നെന്താടാ നിന്റെ പ്രശ്നം? എനിക്ക് വീണ്ടും ഞാൻ വരുന്നു. എടാ ബ്രേക്ക് കിട്ടല്ലടാ, പെട്ടെന്നൊക്കെ താഴേക്ക് പോയി. എനിക്ക് കിട്ടിയല്ലോ. ഞാൻ ഇവിടെ ഉണ്ട്. ഓക്കെ, ഞാൻ ജയിച്ചോളാം, കുഴപ്പമില്ല. അയ്യോ അത് വേണ്ടായിരുന്നു. ഈ ഇറക്കം ഭയങ്കര റിസ്ക്. ഇറക്കത്ത് ഓടിക്കാനാണ് പാട് പോണേ. സ്പീഡിൽ കയറി വരുന്ന പോലെ അല്ല ഇറക്കത്തേക്ക് കൂടെ ഇറങ്ങിപ്പോയത്. ക്ലച്ചിൽ വന്നാൽ മതി. പക്ഷെ നീ തോറ്റു അത്രേ ഉള്ളൂ. ഓ എന്നിട്ടും എത്തിയില്ലല്ലോ അവിടെ. കഷ്ടം തന്നെ. എന്നിട്ടും എത്തണ്ടല്ലോ ചാർലി, നിനക്ക് പറ്റിയ പണിയല്ല കേട്ടോ ഡ്രൈവിങ്. അമ്മേ എടാടാ, ഓവർ കോൺഫിഡൻസ് പാടില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എടാ എവിടെ പോയിടാ നീ? ഞാൻ ഫ്രണ്ടിൽ പോയി കേട്ടോ. ഫ്രണ്ടിലാ? നോക്കട്ടെ. ഏതൊക്കെ നമ്മൾ പിടിക്കും. നീ പോയി എവിടെയും വരെയും പോകും മാക്സിമം. ചെമ്മീൻ ചാടി എവിടെയും വരെ ചാടാൻ. ഓക്കെ, ഞാൻ താഴെ എത്താറായല്ല. നീ എവിടെ? ഞാൻ അവിടെ എത്താറായി ഈ സ്ഥലം. പോടാ, നിന്നെ കാണാനില്ലല്ലോ. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യും. ഈ വണ്ടിക്ക് എന്താ പവറില്ലേ? ആ ഓക്കെ, ഞാൻ വെട്ടിച്ചു. താങ്ക് യു. ഞാൻ അവിടെ കൊറേ എത്തിയിട്ട്. അയ്യോ ഈ വഴി ഭയങ്കര റിസ്ക് ആണ്. നീ മര്യാദക്കല്ല റേസ് ചെയ്യാൻ കേട്ടോ, നീ ഔട്ടാണ് സത്യം പറഞ്ഞ. എടാ വെള്ളത്തിൽ കൂടെ ഓടേ വണ്ടി. എന്റെ മൂന്ന് എന്താ പവറില്ലേ സാധനം, കേറി വന്നുണ്ടോ? തങ്കൻ സാറിന് എന്തായാലും ഇനി ഒരു രീതിയിൽ ഈ വണ്ടി ഉപയോഗിക്കാറില്ല, അതുപോലെ ഞാൻ ഉപയോഗിച്ചു. ഓക്കെ, അപ്പൊ അത് സൂക്ഷിച്ചു പോട്ടെ. ഇവിടെ ഇത്തിരി സ്റ്റീപ്പാണ്, അവിടെ തെറിച്ചു പോകാൻ സാധ്യത ഉണ്ട്. സൂക്ഷിച്ചു തന്നെ. നീ പോയാ റോട്ടിൽ കൂടെ അല്ലല്ലോ വന്നാല്. അങ്ങനെ താഴെ പോകുന്നവനല്ല ഞാൻ. അയ്യോ എടാ നീ നിർത്തടാ, നിനക്ക് നടക്കൂല ഇതൊന്നും. ബ്രേക്കിന്റെ കേബിളിന്റെ തേങ്ങ. നീ എവിടെ പോയി? എടാ പോടാ. ഇതിന്റെ ബ്രേക്കിന്റെ കേബിളൊന്നും വിട്ടുപോയതുകൊണ്ട് ബ്രേക്ക് ചവിട്ടിട്ട് കിട്ടണല്ല. എന്താണെങ്കിലും വണ്ടി തിരിച്ചെങ്കിലും കയറ്റിക്കോട്ടാ. നീ എവിടെ? കാണാനില്ലല്ലോ. എവിടെ? താഴെ വെള്ളത്തില്. ഇത് വെള്ളത്തിലടാ. എന്നെ രക്ഷപ്പെടുത്ത്. താഴേക്ക് വാ. വണ്ടിയായിട്ട് വരാല്ലേ? വണ്ടി വലിച്ചേറ്റാൻ പറ്റുമോ? വലിച്ചേറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം വെള്ളത്തിലേക്ക് പോയത്. എടാ ഞാൻ ഇവിടെയും വരെയും കൊണ്ട് നിർത്തി. എനിക്ക് എത്ര നിർത്താൻ പറ്റുള്ളൂ. ഇതിൽ കൂടുതൽ വന്നാൽ എന്റെ വണ്ടിയും പോകും. നീ എവിടെ? എനിക്ക് തന്നെ കാണാൻ പറ്റുള്ളല്ലോ. നിനക്ക് തന്നെ കാണാൻ പറ്റണ്ട? ഇല്ല, ഞാൻ നീ പോണ പോലും കണ്ടില്ല. എവിടെ എന്താ ചെറ്റിട്ടു? ഇതെവിടെ പോയി നീ? നീ അവിടെ തന്നെ താഴെ അവിടെ തന്നെ അറ്റത്തേക്ക് ബാക്ക് എടുക്ക്. റിവേഴ്സ് എടുക്ക. അവിടെ അല്ല, റിവേഴ്സ് എടുക്ക്. ഓക്കെ, കാണണ്ടല്ലേ? ഒരു ബോട്ട് കിടക്കണുണ്ടോ? ബോട്ടിന്റെ അവിടെ ആയിട്ടുണ്ട് ഞാൻ. ബോട്ടിന്റെ അവിടെ. കേറുവാ. അമ്മേ വണ്ടി ഇപ്പൊ പോയോ? ഓക്കെ, ഞാൻ എങ്ങനെ കയറി വരാൻ? എനിക്കറിഞ്ഞൂടാ. നീ ആ ബോട്ട് നീ ഒരു കാര്യം ചെയ്യ്. ആ ബോട്ടിൽ കയറിയിട്ട് നമ്മുടെ കരയിലോട്ട് പോവാ. ആ ലൈറ്റ് ഹൗസിന്റെ അങ്ങോട്ട് പോവാ. അവിടെ കയറി വരാം. അതേ വഴിയുള്ളൂ. വണ്ടി പോയിന്ന് ഉറപ്പാണോ? വണ്ടി പോയെന്നാണ് തോന്നണ. നീ അങ്ങോട്ടോ. ഭാഗ്യം. അല്ല, ആ ബോട്ടെങ്കിലും ഉണ്ടായിരുന്നല്ലേ. നീ അതൊക്കെ ചെയ്ത് ചത്തുപോയാ, വേറെ ചെയ്യാനില്ല. നന്നായി. അപ്പോൾ കഴിച്ച് നമ്മുടെ ചാർലിയുടെ വണ്ടി നൈസായിട്ട് വെള്ളത്തിൽ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ആക്ച്വലി നമ്മുടെ വണ്ടി അല്ലല്ലോ, ഇത് നമ്മുടെ തങ്കൻ സാറിൻ്റെ വണ്ടിയാണ്. പക്ഷേ തങ്കൻ സാറെ കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് എന്തായാലും കരയുടെ അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസൊക്കെ ആഴ്ചയിൽ 2 or 3 times നമ്മുടെ ചാർലി ആൻഡ് സ്റ്റീഫൻ എപ്പിസോഡ്സ് വരുന്നതായിരിക്കും. അത് കൂടാതെ നമ്മുടെ മെയിൻ എപ്പിസോഡ്സും ഫ്രൈഡേസ് വരുന്നതായിരിക്കും. പിന്നെ വേറെ ഗെയിംസൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരാൻ പോകുന്നത് ലോജിക്കൽ ഗെയിമിങ്ങിലാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടേക്കാം. അപ്പോൾ എന്തായാലും കയറി ചെക്കൗട്ട് ചെയ്തേക്കാം ഗൈസ്. അപ്പോൾ അത്രയൊക്കെ നിങ്ങൾ ഗൈസ് ഈ വീഡിയോയിൽ എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ നിങ്ങൾ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും പീസ്.